കാലത്ത് പിള്ളേരൊക്കെ സ്കൂളിലേക്ക് പോയി കഴിഞ്ഞ് ഉമ്മറത്ത് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു വാഴയുടെ ഇടയ്ക്കൂടെ ഒരു കുമ്പളങ്ങ എടുക്കണുണ്ട് കേട്ടാ. അപ്പോൾ ഉച്ചയ്ക്ക് കറിക്കുള്ള പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വിചാരിച്ചു വന്നാൽ അത് എങ്ങനെയെങ്കിലും ഒന്ന് പറിച്ചെടുത്ത് ഉച്ചയ്ക്ക് കുമ്പളങ്ങ മോര് കറി വെക്കാമെന്ന്. അങ്ങനെ കുറച്ച് നേരത്തെ പരിശ്രമത്തിനൊടുവിലാട്ടോ കുമ്പളങ്ങേനെ കയ്യിൽ കിട്ടിയത്. കുമ്പളങ്ങ മുറിക്കാൻ നല്ല ഈസി ആയിരുന്നു കേട്ടോ. അതായത് കുമ്പളങ്ങ തീരെ മൂത്തിട്ടുണ്ടായിരുന്നില്ല. ഇത്തിരിയും കൂടി മൂത്ത കുമ്പളങ്ങ ആണെങ്കിലാണ് ടേസ്റ്റ് എന്നാണ് തോന്നണേ. ഇതിപ്പോൾ മുകളിൽ കിടക്കണ കാരണം നമുക്ക് അറിയണ്ടായിരുന്നില്ല മൂത്തോ ഇല്ലയോ എന്നുള്ളത്. എന്തായാലും കറി വയ്ക്കാം, കളയാൻ പറ്റില്ലല്ലോ. പിന്നെ കുമ്പളങ്ങ എനിക്ക് അത്ര ഇഷ്ടമാണോയെന്ന് വെച്ചാൽ അത്ര ഇഷ്ടമൊന്നുമല്ല കേട്ടോ. പിന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ കുമ്പളങ്ങനെ ഞാൻ എൻ്റെ ശത്രുവായിട്ട് പ്രഖ്യാപിച്ചൊരു സമയം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അന്ന് ഇതിന് സ്നേഹത്തോടു കൂടി ഒരു പേരുണ്ടായിരുന്നു, കുന്തളങ്ങ. അത് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഇളയമയാന്ന് തോന്നുന്നു ആദ്യം ആ പേര് ഇട്ടത്. പിന്നെ ഞങ്ങളെല്ലാവരും ഇതിന് സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നായിരുന്നു കുന്തളങ്ങാന്ന് തന്നെയാണ്. പിന്നെ ആ പേര് വരാനുള്ള കാരണം എൻ്റെ അച്ചാച്ചനാട്ടോ. അച്ചാച്ചൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ അച്ഛൻ. ഞാനൊരു 10ാം ക്ലാസ്സിൽ ഓണപ്പരീക്ഷയൊക്കെ എഴുതിയിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ പെട്ടെന്ന് കണ്ണൂരിൽ നിന്ന് ചാലക്കുടിയിലേക്ക് താമസം മാറി വരുന്നത്. അപ്പം അന്ന് അമ്മയുടെ വീട്ടിൽ നിന്നിട്ടാണ് പിന്നെ ഞാൻ പഠിച്ചതൊക്കെ കേട്ടോ. അന്ന് സ്ഥിരമായിട്ട് അച്ചാച്ചൻ വീട്ടിൽ കറി വയ്ക്കാൻ കൊണ്ടുവരുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ കുമ്പളങ്ങയാണ്. കുമ്പളങ്ങ പാല് പിഴിഞ്ഞൊരു കറിയാണ് ഉച്ചയ്ക്ക് മിക്ക ദിവസങ്ങളിലും ഉണ്ടാവുക. പിന്നെ രാവിലെ ആണെങ്കിൽ ഉണക്കപ്പയർ തോരൻ, അത് ഉണ്ടാക്കണത് ഇളയമ്മ കേട്ടോ. പക്ഷെ ഇപ്പോഴൊക്കെ ആലോചിക്കുമ്പോൾ അതിന് ഭയങ്കര ഒരു ടേസ്റ്റ് ഉണ്ടായിന്ന് തോന്നുന്നു. അന്ന് ഇത് വെറുപ്പാണ്, ചോറുണ്ണാന്ന് പറഞ്ഞാൽ തന്നെ ഇഷ്ടമല്ല, കാരണം ഇതായിരിക്കുമല്ലോ കറി. പിന്നെ സ്കൂളിൽ ചെന്ന് ലഞ്ച് ബോക്സ് തുറക്കുമ്പോഴേക്കും എല്ലാവരും കളിയാക്കണ പോലെ പറയും, കുമ്പളങ്ങയും ഉണക്കപ്പയർ തോരനും അല്ലേ ഇന്ന് കറി, അതിൽ മാറ്റമൊന്നും ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ. പിന്നീട് വർഷങ്ങൾക്ക് ഇപ്പുറത്ത് നോക്കുമ്പോൾ ഞാൻ കുക്കിംഗ് പഠിച്ചു, എൻജോയ് ചെയ്ത് കുക്ക് ചെയ്യുന്നു. അപ്പം അന്നത്തെ ഇഷ്ടമില്ലായ്മകളൊക്കെ മിക്കതും ഇഷ്ടങ്ങളായി മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകല്ലേ.